പോകുന്നത് ഫ്രണ്ട്സ് നല്ല പേപ്പർ ക്രാഫ്റ്റ് ആണ് ഫ്രണ്ട്സ്. വട്ടം വരയ്ക്കാൻ ഞാൻ പ്ലേറ്റ് താഴെയിട്ടാ പൊട്ടിപ്പോവും. പിന്നെ ഇത് ടാപ്പ് കത്രിക എല്ലാം ഉണ്ട് ഫ്രണ്ട്സ്. ഈ സാധനങ്ങളാണ് ആദ്യം നിങ്ങൾക്ക് എടുക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ്. നമുക്ക് ആദ്യം വട്ടം വരച്ചെടുക്കാം. ഒരു ഗ്രീൻ കളർ പേപ്പറിൽ. നിങ്ങളുടെ കയ്യിൽ മറ്റേ ഡാർക്ക് കളർ ഗ്രീൻ ആണെങ്കിൽ അതായിരിക്കും ഒന്നുകൂടെ നല്ലത്. നമ്മുടെ കയ്യിൽ ആ പേപ്പർ ഇല്ലാതോടെ നമ്മൾ തൽക്കാലത്തേക്ക് ഈ പേപ്പർ എടുത്തത് അല്ലേ. സാധനം എന്നാ ഉണ്ടാക്കുന്ന പറഞ്ഞില്ലല്ലോ. അത് നിങ്ങളില്ലേ ഗസ് ചെയ്യ. അതെയാ, സാധനം വട്ടം വരച്ചെടുത്തിട്ടുണ്ട് അല്ലേ. ഇനി ഇത് കട്ട് ചെയ്യണം. അതിന്റെ ഷേപ്പിൽ. ഫ്രണ്ട്സ് ഞാനില്ലേ ഒരു പ്രോപ്പർ സർക്കിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സർക്കിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അല്ലേ. നിങ്ങൾക്കറിയില്ലല്ലോ ഞാൻ എന്താ ഉണ്ടാക്കുന്നതെന്ന്. ഫ്രോഗ് ഉണ്ടാക്കുന്നുണ്ട്. അത് തവളേനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നമുക്ക് ഹാഫ് സർക്കിൾ ആയിട്ട് മടക്കിയെടുക്കാം. അപ്പൊ നമുക്ക് കണ്ണയച്ചു കൊടുക്കണം. അതിനില്ല ഞാൻ ഈ പേപ്പറിൽ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഡ്രോ ചെയ്യുന്നുണ്ട്. ഇത് ബാക്കി പേപ്പറാണ്. ഇപ്പഴത്തെ ഒരേപോലെ എടുത്തിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. ഇത് ഈ 2 സർക്കിൾ ആയിട്ടുണ്ട്. നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ് ഞാൻ ഈ 2 സർക്കിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന്റെ കുറച്ച് ചെറിയ സൈസ് ആയിട്ട് നമുക്ക് വൈറ്റ് പേപ്പറും കൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഫ്രണ്ട്സ് ഞാൻ ഇത് വൈറ്റും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇല്ല വൈറ്റിനെ കാട്ടും ചെറുത് ബ്ലാക്ക് ഇല്ല കട്ട് ചെയ്തെടുക്കണം സർക്കിൾ ആയിട്ട്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അവള് മരുന്നിന്റെ മൂടി വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ 2 ചെറിയ ബ്ലാക്ക് കട്ട് ചെയ്തെടുക്കുക സർക്കിൾ ആക്കിയിട്ട്. ഞാൻ ബ്ലാക്ക് വൈറ്റ് ഗ്രീൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇത് ചെറുത് ഇല്ലേ നമുക്ക് വൈറ്റ് കട്ട് ചെയ്യണം. വീണ്ടും വൈറ്റ് ചെറിയൊരു സർക്കിൾ കട്ട് ചെയ്യണം അല്ലേ. ഞാൻ ഇത്രയും സർക്കിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒട്ടിച്ചു കൊടുക്കാം. ഇത് കണ്ണുണ്ടാക്കുന്നതാണ്, കണ്ണുണ്ടാക്കാൻ വേണ്ടിയിട്ടായത്. അപ്പോൾ ആദ്യം ഗ്രീൻ കളറ് കുറച്ച് വലുതായിട്ട്, പിന്നെ അതിൻ്റെ കുറച്ച് ചെറുത് വൈറ്റ്, പിന്നെ ബ്ലാക്ക്, പിന്നെ അതിലും കുറച്ച് ചെറുത് വൈറ്റ്, പിന്നെ ഒരു പൊട്ട് പോലെ വേറൊരു വൈറ്റ്. അപ്പോൾ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം എല്ലാം കൂടെ. അപ്പോൾ ഫ്രണ്ട്സ് ഞാനല്ലേ സെൻറ്ററിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കാൻ എടുക്കും. കംപ്ലീറ്റ് വൈറ്റ് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ബ്ലാക്ക് ഒട്ടിച്ചു കൊടുക്കണം അല്ലേ. സെൻറ്ററിൽ തന്നെ ബ്ലാക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഇനി ബ്ലാക്ക് അല്ല സോറി ഇനി വൈറ്റ് നമുക്ക് കുറച്ച് മേലോട്ടായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇനി ആ ചെറിയ പൊട്ട് പോലത്തെ വൈറ്റ് അത് ഏകദേശം അടുത്തോട്ട് ഒട്ടിച്ചു കൊടുക്കും. അങ്ങനെ ഒരു കണ്ണ് അയ്യോടുത്തു ഇല്ല, അത് നിന്റെ കയ്യിൽ തന്നെ വന്നു. അപ്പൊ അതും കൂടെ ഇവിടെ ഒട്ടിച്ചു കൊടുക്കണം. ഇതൊരു നല്ല കോമഡി. ഞാൻ ഏതല്ല കൊറേ സ്കൂളിൽ പറയും, ഏതാണ്ട് സ്കൂളിൽ പറയും ഒട്ടടാ. ഇതേപോലെ നമുക്ക് അടുത്തത് ഒട്ടിച്ചെടുത്താലോ ഫ്രണ്ട്സ്. ഇതേപോലെ ഇനി അടുത്തതും കൂടി ഒട്ടിച്ചെടുത്തിട്ട് കാണാം. ഓക്കെ ഫ്രണ്ട്സ് ഞാൻ ഈ 2 കളറ് റെഡ് കണ്ണ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 2 കണ്ണും റെഡിയാക്കി എടുത്തിട്ടുണ്ട് അല്ലേ. ഇനി അത് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അതിന് മുന്നേ എന്ത് വേണം? നമുക്ക് കണ്ണൊട്ടിക്കുന്ന മുന്നേ ഇല്ലേ നമുക്ക് ഇവിടെ ഒരു ചെറിയ ഹോൾ ആക്കി എടുക്കാം ഫ്രണ്ട്സ്. അപ്പൊ ഞാനില്ല ഇതിലൊരു ചെറിയ ഹോളാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഫോൾഡായിട്ട് ഇതിലില്ല സ്റ്റോ ഇങ്ങനെ വെക്കണം. അപ്പൊ അതിന്റെ മുന്നേ നമുക്ക് ഉണ്ടാക്കിയ കണ്ണ് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് പകുതി പശ തേക്കാം, ഹാഫിലിങ്ങനെ പശ തേക്കാം.
എന്നിട്ട് ഒട്ടിച്ചെടുക്കാം. കണ്ടോ ഫ്രണ്ട്സ്, ഒന്നൊട്ടി സൂപ്പറായിട്ട് നമുക്ക് രണ്ടാമത്തെ കൃഷ്ണമണി ഇത് നോക്കിയിട്ട് ഒട്ടിക്കുക, പശ തേക്കണേ. ഞാൻ ഇത് രണ്ടെണ്ണം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ സാധനം ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ നടുക്ക് ഹോൾ ഇട്ടാടാ നമുക്ക് സ്ട്രോ ഇടണം. അതിന് മുന്നേ എന്ത് ചെയ്യണം? നാവാക്കി എടുക്കണം ഫ്രണ്ട്സ്. തവളന്റെ നാവാക്കി എടുക്കണം. അപ്പൊ റെഡ് കളർ പേപ്പർ എടുത്തിട്ട് നാവ് ഉണ്ടാക്കാം. അപ്പൊ ഞാനല്ല ഈ റെഡ് കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. തവളന്റെ വായ വെച്ച് നാവ് വെച്ച് കൊടുക്കാം അല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇതൊന്ന് മടക്കി ഒട്ടിച്ചു കൊടുക്കണം അല്ലേ. ഫ്രണ്ട്സ്, നമുക്കില്ല ആദ്യം ഓയില ഇതിങ്ങനെ മടക്കിയിട്ട് ഒട്ടിക്കണം. അതിന്റെ മുന്നേ നമുക്ക് ഈ സ്ട്രോ ഇല്ല ടാപ്പ് കൊണ്ട് ഒട്ടിക്കണം. അതായത് ഇതിങ്ങനെ ഒന്ന് മടക്കി എടുക്കണം, മടക്കി ഒട്ടിച്ചു കൊടുക്കണം. അപ്പൊ നമ്മൾ മടക്കി ഒട്ടിക്കുന്നതിന് മുന്നേ ഈ സ്ട്രോ ഇതിന്റെ ഉള്ളിൽ ഒട്ടിച്ചു കൊടുക്കണം. 2 സൈഡ് ടാപ്പ്, മറ്റേ ഇതേപോലത്തെ ഈ ഒരു ടൈപ്പ് 2 സൈഡ് ടാപ്പ് ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. നമ്മളെ കയ്യിലില്ല. അപ്പൊ നമ്മൾ ഇതേപോലത്തെ ഒരു പശയാന്ന് ഒട്ടിക്കുന്നു. അപ്പൊ അതിന് മുന്നേ നമുക്ക് ഈ സ്ട്രോ ഇതിൽ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിട്ട് നമുക്ക് ടാപ്പാണ്. അപ്പൊ നമുക്ക് ടാപ്പ് ഒട്ടിച്ചു കൊടുക്കാം. 2 സൈഡ് ടാപ്പ് ഉണ്ടെങ്കിൽ അത് ചുറ്റും ഇങ്ങനെ ഒട്ടിച്ചെടുത്താൽ മതി, ഇതേപോലത്തെ. ഇല്ലെങ്കിൽ നമുക്ക് ഇതേപോലത്തെ പശ ഉണ്ടെങ്കിൽ അല്ലെ ഫെവിക്കോൾ എങ്ങനത്തെ വെച്ചാൽ അത് എടുത്തിട്ട് ഈ അറ്റത്ത് മാത്രം തേച്ച് കൊടുക്കാം. അപ്പൊ ആദ്യം നമുക്ക് ഈ സ്ട്രോ ഒട്ടിച്ചെടുക്കാം. ഈ ഒരു ഇത്രയും ഇതിൽ ഒട്ടിച്ചെടുക്കണം. അതിങ്ങനെ തെറ്റത്തല്ല, ഒരു ഇത്രയും വരുന്ന വിധത്തിൽ നമുക്ക് ടാപ്പ് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് ഈ സ്ട്രോയിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിക്കാൻ മെനക്കാൻ പാടില്ല. സാധനം ഇതേപോലെ ടാപ്പ് കൂടി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സൈഡിലോട്ട് നമുക്ക് ഫുള്ള് പശ തേച്ച് കൊടുക്കാം. ഫുള്ള് തേക്കാൻ പാടില്ല, ഈ അറ്റത്ത് മാത്രം ഇങ്ങനെ തേച്ചെടുക്കാം. നടുക്കോട്ടൊന്നും തേക്കണ്ട, ഈ തെറ്റത്ത് മാത്രം. ഫുള്ള് ഒട്ടിച്ചു കൊടുക്കണ്ട, തെറ്റത്ത് മാത്രം. സാധനം ചെയ്യുന്ന പോലെ. എല്ലാവരും ഫോളോ ചെയ്യുന്നില്ലേ? ഫോളോ ചെയ്യണം. സാധനത്തിന്റെ കുറച്ച് നടുക്കാവുന്നുണ്ട്, നടുക്ക് ഒട്ടിക്കാൻ പാടില്ല, തെറ്റത്ത് മാത്രമേ പശ തേക്കാൻ പാടുള്ളൂ. നമുക്ക് ഇതില്ല മടക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അതിന് മുന്നേ ഞാൻ എല്ലാവരും കാര്യം പറയുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് പശ ഒട്ടിക്കണം, ഇവിടെ പശ ഒട്ടിക്കണം. ഞാൻ എല്ലാതും വീഡിയോയിൽ കാണിച്ചില്ല അല്ലേ. ഞാനല്ലേ പശ ഇല്ല ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലെ ടാപ്പും കൂടി ഒട്ടിച്ചെടുക്കും. ഈ ടാപ്പും കൂടെ അതിൽ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഫ്രണ്ട്സ്, ഞാനല്ല ഇങ്ങനെ ടാപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നാവില്ല ചുരുട്ടി എടുക്കണം. ഫ്രണ്ട്സ്, ഇത് നമുക്കില്ല ചുരുട്ടി കൊടുക്കാം. ഇതിന്റെ നാവ് ഇതിങ്ങനെ ചുരുട്ടി എടുക്കണം. ഇപ്പം പല ആൾക്കാർക്കും ചിലപ്പം സംഭവം മനസ്സിലായിട്ടുണ്ടാവും ഇതെന്താന്നുള്ളത്. പണ്ട് കടകളിലെല്ലാം കിട്ടും ഇങ്ങനത്തെ. ഇപ്പം കിട്ടുമായിരിക്കും. ഇപ്പൊ ഉണ്ട്, നമ്മൾ എവിടെയോ കണ്ടിന്യൂയിരുന്നല്ലോ അല്ലേ. അപ്പൊ അതിന്റെ നാവ് ചുരുട്ടി എടുത്തിട്ടുണ്ട് അല്ലേ. ഇങ്ങനെ ചുരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതില് വെച്ചു കൊടുക്കണം. നമുക്കില്ല ഇത് ഈ സ്റ്റോളിൽ ഒട്ടിച്ചതില്ലേ അതില്ല ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ ഹോളിൽ ഇത് ഇങ്ങനെ ഒട്ടിക്കണം. നേരത്തെ ആക്കിയ ഹോളിൽ പിന്നെ എന്ത് ചെയ്യണം, അതിൽ ഒരു ടാപ്പ് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതായത് ഈ നമ്മൾ ഉണ്ടാക്കിയ ഹോളിൻ്റെ ഉള്ളിലേക്ക് കൂടെ എടുക്കുക അല്ലേ. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ടാപ്പ് ഒട്ടിച്ചു കൊടുക്കണം അല്ലെ. ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കണം. ഫ്രണ്ട്സ്, നമുക്ക് ഈ ടാപ്പ് ഇവിടെ സ്ട്രോളിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ സാധനം അടിപൊളിയായി റെഡി ആയിട്ടുണ്ട് അല്ലേ. അതിന് മുന്നേ നമുക്ക് ഇവിടെ 2 മൂക്കും കൂടെ വെച്ച് കൊടുത്താലോ. അതും കൂടെ പിങ്ക് കളർ അത് അപ്പം അതും കൂടെ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഇത് റെഡിയായി. നമുക്ക് ഇവിടെ ഒരു 2 മൂക്കും കൂടി ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് മൂക്കും കൂടി വെച്ചു കൊടുത്താലോ ഫ്രണ്ട്സ്. ഭയങ്കര സിമ്പിൾ തന്നെയല്ലേ ഉണ്ടാക്കാൻ. സിമ്പിൾ തന്നെയാ ഉണ്ടാക്കാൻ. അപ്പൊ ഫ്രണ്ട്സ്, സംഭവം റെഡി ആയിട്ടുണ്ട്. ഞാനല്ലേ പിങ്ക് കളറും കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട്.
ഫ്രണ്ട്സ്, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതെങ്ങനെ ചെയ്യണ്ടേ എന്താണിത്? അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം. അപ്പൊ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ട് എന്റെ ഐറ്റം? സൂപ്പർ ആയിട്ടില്ലേ? സൂപ്പർ ആയാൽ നിങ്ങൾ ലൈക്ക് ചെയ്യും. അപ്പൊ ഫ്രണ്ട്സ്, ഞാൻ ഒരു കാര്യം പറയണ, ഇതിൽ ഒരു അടിപൊളി ഐറ്റം ആണ്. എന്തായാലും നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ. ഇതുപോലത്തെ വെറൈറ്റി സാധനങ്ങൾ ഞാൻ വീണ്ടും വരും.